കർണാടക സർക്കാരിന്റെ ബുൾഡോസർ രാജിൽ പെരുവഴിയിലായ കുടുംബങ്ങൾ ദുരിതത്തിലാണ്. 500-ലധികം വിദ്യാർത്ഥികളുടെ പുസ്തകങ്ങളും പഠനോപകരണങ്ങളും നശിച്ചു. യലഹങ്കയിലെ ഫക്കീർ കോളനി, വസീം ലേഔട്ട് മേഖലകളിലെ ഭൂരിഭാഗം കുടുംബങ്ങളുടെയും പ്രധാന രേഖകൾ നഷ്ടപ്പെട്ടു. സംസ്ഥാന സർക്കാർ ഒരു സഹായവും നൽകുന്നില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. കോൺഗ്രസ് സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം രാജ്യമെങ്ങും ഉയരുകയാണ്. യലഹങ്കയിലേക്ക് നമ്മൾ പോകുന്നു. ദീപക് മോഹൻ തത്സമയമുണ്ട് നമുക്കൊപ്പം. ദീപക് മോഹൻ, ഗുഡ് ഈവനിംഗ്. നമ്മൾ നേരിട്ടെത്തിക്കാണുന്ന കാഴ്ചകൾ അത് ഒരു സർക്കാർ ഒരു ഉത്തരവാദിത്ത ബോധവുമില്ലാതെ കാണിച്ച ഒരു ക്രൂരതയുടെ നേർചിത്രമല്ലേ? വെരി ഗുഡ് ഈവനിങ് സുജാ പാർവതി. ഞങ്ങളിപ്പോൾ ഉള്ളത് ഈ വസീം ലേഔട്ടിനടുത്തുള്ള ഫക്കീർ കോളനിയിലാണ്. ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണാം. ഇതിപ്പോൾ ഇവിടെയുള്ള ഒരു സംഘടന അവർക്ക് ഈ വാഹനത്തിൽ അവർക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കാൻ വേണ്ടി വന്നതാണ്. ഇത്രയും നേരം ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു. ഇപ്പോൾ തിക്കിന് കുറച്ചൊരു അറുതി വന്നിട്ടുണ്ട്. എന്നാൽ പോലും അവരൊക്കെ രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാതെ ഈ ഭാഗത്തുള്ള ഇവരുടെ വീട് പൊളിച്ചതിന് തൊട്ടടുത്തുള്ള തറയ്ക്ക് മുകളിൽ ടാർപോളിൻ വിരിച്ച് അതിനകത്താണ് കിടന്നുറങ്ങുന്നത്. അല്പം മുൻപ് കർണാടക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി സമീർ അഹമ്മദ് ഖാൻ ഇവിടെ എത്തി. ഉച്ചയോടുകൂടി തവനൂർ MLA KT ജലീൽ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു. മുസ്ലിം ലീഗിന്റെ അടക്കം നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തി. ഇവരിവിടെ പ്രധാനമായും പറയുന്നത് ബുൾഡോസർ രാജല്ല എന്നൊക്കെ കോൺഗ്രസിന്റെ മന്ത്രിമാരൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇവിടെ മന്ത്രി എത്തി ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളോടൊപ്പം മുസ്ലിം ലീഗിന്റെ നേതാവ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ ചേരുകയാണ്. ഇന്നിപ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടോ? ഞങ്ങൾ ഇന്ന് രാവിലെ പാർട്ടി നേതൃത്വം സാദിഖുൽ തങ്ങളുടെ കുഞ്ഞാൽ സാഹിബിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ വന്നതാണ്. രാവിലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി മുസ്ലിം ലീഗിന്റെ പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി. ഞങ്ങളുടെ കൂടെ CK സുബൈർ, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു അടക്കമുള്ള നേതാക്കന്മാരുണ്ട്. അദ്ദേഹം ആ ചർച്ചയിൽ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ചില ഉറപ്പുകളുണ്ട്. ആ ഉറപ്പുകളുടെ വിശദാംശങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല. നാളെ വിശദമായി മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയും യോഗം ചേർന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ യോഗം ചേർന്ന് വൈകിട്ട് അത് പ്രഖ്യാപിക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, കർണാടകയിലെ ഈ ഒരു ദൗർഭാഗ്യകരമായ സംഭവം, ഇതിൻ്റെ ഇരകളായ മനുഷ്യരാണ് നമ്മുടെ പുറകിൽ നിൽക്കുന്നത്. ആ മനുഷ്യർക്ക് ഏറ്റവും ആശ്വാസകരമായ അവരിപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു നടപടി നാളെ കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്നൊരു ഉറപ്പ് നമുക്ക് നൽകാൻ വേണ്ടി കഴിയും. ഈ ബുൾഡോസർ രാജ് എന്ന വാക്ക് നമ്മളൊക്കെ മുൻപ് നേരത്തെ വന്ന ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി സമീർ അഹമ്മദ് അടക്കം പറഞ്ഞതാണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പുകൾ ഇവരെ ഇവിടെ നിന്ന് പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അടുത്തേക്ക് വേറെ ഏതെങ്കിലും ഫ്ളാറ്റുകളിലേക്ക് മാറ്റുമോ, അല്ലെങ്കിൽ സർക്കാരിന് ഭൂമി ഉണ്ടെങ്കിൽ അവിടെ താൽക്കാലികമായി അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുമോ, എന്താണ് കൃത്യമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ? അവരുടെ താൽക്കാലികമായ ഷെൽട്ടർ, ആത്യന്തികമായ അവരുടെ പുനരധിവാസം രണ്ടും ഇവിടുത്തെ ഗവൺമെന്റ് അഡ്രസ് ചെയ്യും. അതിന്റെ വിശദാംശങ്ങൾ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യുന്ന ഞാൻ പറയുമ്പോൾ നമുക്ക് അതിന് മുന്നേ അത് പറയാനുള്ള പരിമിതികൾ നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഇതൊരു മാനുഷിക പ്രശ്നമായി എടുത്തുകൊണ്ട് ഈ മനുഷ്യരോട് ഏറ്റവും ആഴത്തിൽ ഐക്യദാർഢ്യപ്പെടുന്ന ഒരു സമീപനം കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്ന് ഉറപ്പാണ്. അത് നമുക്ക് ഉറപ്പ് നൽകാൻ കഴിയും. അതാണ് സുജയ. നാളെ രാവിലെ 11 മണിയോടുകൂടി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെയും മുഖ്യമന്ത്രി DK ശിവകുമാറിന്റെയും ഒപ്പം കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ, കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന യോഗം ചേരും. ആ യോഗത്തിൽ എന്തായാലും ഇവർക്ക് അനുഭാവപൂർവമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ അങ്ങനെ ഉണ്ടാവട്ടെ. കാരണം ആ മനുഷ്യരുടെ ദുരിതം നേരിട്ടെത്തി കണ്ടാണ് സർക്കാരിനോട്, സിദ്ധരാമയ്യ സർക്കാരിനോട്, DK ശിവകുമാറിനോട്, കോൺഗ്രസിനോട് നമ്മൾ പറയുന്നത് ഇതാണ് അവിടുത്തെ നേർചിത്രം. ആ മനുഷ്യർ വഴിയാധാരമാണ്. കയ്യിൽ ആധാർ അടക്കമുള്ള ഏതെങ്കിലും രേഖയെടുക്കാനെങ്കിലും അവരെ അനുവദിക്കാമായിരുന്നില്ലേ എന്ന ചോദ്യവും അവിടെ ബാക്കിയാണ്. വിദ്യാർത്ഥികളുടേതടക്കം പഠനോപകരണങ്ങൾ, രേഖകൾ, ഇതെല്ലാം അവിടെ തച്ചു തകർത്ത ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന ചോദ്യം ജനം ചോദിക്കുന്നുമുണ്ട്.